കേരള എക്സ് സർവീസ് ലീഗ് മാതൃസംഘടനയുടെ കരുനാഗപ്പള്ളി താലൂക്ക് അർദ്ധവാർഷിക പൊതുയോഗം നടന്നു. ലാലാജി ഗ്രന്ഥശാല ഹാളിൽ എക്സ് സർവീസ് ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 98 ദേശീയ ഡെലിഗേറ്റ്സുകൾ പങ്കെടുത്ത മീറ്റിംഗിൽ ഒരു തീരുമാനമെടുത്തു. കോടതി തന്നെ ശരണം, എക്സ് സർവീസസ് ലീഗ് അതിനെതിരെ കോടതിയിലേക്ക് പോകുക. കാരണം ഹോണറി റാങ്കുകാരെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ശരിയായ രീതിയിലുള്ള പെൻഷൻ അവർക്ക് ലഭിക്കുന്നില്ല. OROP-യിൽ ഒരുപാട് അപാകതകളുണ്ട്. ആ അപാകതകളുടെ ഒരു വിശദമായ പഠനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ട് ആ നിവേദനവും അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു. കേരള എക്സ് സർവീസ് ലീഗിന്റെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ചയും അവലോകനവും നടന്നു. താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ഫണ്ട് കരുനാഗപ്പള്ളി, നീണ്ടകര, ഓച്ചിറ യൂണിറ്റുകളിൽ നിന്ന് ഏറ്റുവാങ്ങി. കരുനാഗപ്പള്ളി താലൂക്കിലെ 15 യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. താലൂക്ക് പ്രസിഡന്റ് ജനാർദ്ദനൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. എക്സ് സർവീസ് ലീഗ് മഹിളാ വിംഗ് സംസ്ഥാന സെക്രട്ടറി തുളസി ശങ്കർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി മോഹനൻ പിള്ള, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.